സോ വാ നമുക്ക് ഫസ്റ്റ് ഫ്ലോറാണ് സാരി സെക്ഷൻ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ? സബ്സ്ക്രൈബ് ചെയ്തോ? സത്യം പറ. ഇവിടെ ഓ ഗുഡ് മോർണിംഗ്, വെരി ഹാപ്പി ടു ഹിയർ ഫ്രം യു. Which city? Fort Kochi. That is the Fort Kochi. ഇതിന് മലയാളം നന്നായിട്ട് പറയാൻ അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഇവിടെ വന്നിട്ട് ഇപ്പം എൻ്റെ കൂടെ വന്നിട്ട് മലയാളം ഇംഗ്ലീഷും ഇല്ല ഹിന്ദി എല്ലാം പറയും. പണ്ട് മലയാളം തന്നെ വളരെ പതിയെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അല്ല ജോസേ? ചിലപ്പോൾ ജോസിനൊരു ഒരു കുഴപ്പമില്ല, നല്ല കസ്റ്റമറുടെ അടുത്തൊക്കെ. ചില കസ്റ്റമറുടെ അടുത്ത് ഇഷ്ടമല്ലെങ്കിൽ ജോസ് ഇഷ്ടക്കറവ് കാണിക്കും. അതുകൊണ്ടല്ലേ അങ്ങനെ അന്നേരം മാറിപ്പോകും. അപ്പം കസ്റ്റമർ തെറ്റിദ്ധരിക്കരുത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ മാറിപ്പോയതെന്ന് തോന്നരുത്. ആണോ? അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തോണം കേട്ടോ. എല്ലാവരും ചെയ്തോ ഇല്ലയോ? ഇന്നത്തെ യൂട്യൂബ് നിങ്ങളെക്കുറിച്ചാണ്. ഓൾ അബൌട്ട് യു ഗൈസ്. അപ്പം ഞങ്ങളുടെ സ്റ്റാഫുകളൊക്കെയാണ് എല്ലാവരും. അവിടെയും കുറേ പേരുണ്ട്. എന്ത് പുതിയ സാരി എന്താ വന്നത്? ഇന്നലെ പിന്നെ ഞാൻ നല്ല പറഞ്ഞു. ഇത് ഞങ്ങളുടെ പ്രസൻറ്റാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം പ്രസൻറ്റ് ചെയ്തത്. ഞാനിവിടെ ഇല്ലെങ്കിലും മിലനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് പ്രസന്ന. എൻ്റെ ഫാമിലി പോലെയാണ് കേട്ടോ. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ആരായിട്ട് വരും? എൻ്റെ എല്ലാമാണ്. വയസ്സിച്ചിരായി, ഒരു കുഴപ്പമില്ല. ഇതാണ് പുതിയ വന്ന ചെക്ക്. കൊള്ളാലോ, നല്ല കളറേ. ഇത് കൊള്ളാം, ഇത് അടിപൊളി. ഇതല്ലേ ഇന്നലെ എന്നോട് ചോദിച്ച കോമ്പിനേഷൻ ആണോ? നല്ലല്ലേ? നല്ല ഇതാ കാണിക്ക കേട്ടോ. അതാ മേളിൽ നിന്ന് എടുത്തൊക്കെ മാറ്റിക്കാം. നല്ല അല്ലേ? അപ്പം പുതിയ സാരീസ് വരുന്നത് എവറി ഡേ പുതിയ സാരി വരുന്നുണ്ട്. പുതിയ സാരീസ് വരുന്നത് ഞാൻ രാവിലെ കുറച്ച് പീസസ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നല്ല കളർ കോമ്പിനേഷനുള്ള സാരികൾ കാണാറുണ്ട്. ഇത് പ്യുവർ കാഞ്ചീപുരമാണ്. പ്യുവർ കാഞ്ചീപുരത്തിലുള്ള സാരി, നല്ലൊരു ഗ്രീൻ ആൻഡ് മജന്ത കോമ്പിനേഷൻ. ഇതിന് കുറേ അധികം ഈ കോമ്പിനേഷനിൽ തന്നെ കുറേ അധികം സാരി വന്നിട്ടുണ്ട്. ഇപ്പം ഈ വീക്ക് തന്നെ വന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു നല്ല കോമ്പിനേഷനാണ്, നല്ല കളറാണ്. ഈ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഇത് നല്ല സാരിയാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല കളർ. ഇത് ഇഷ്ടമായോ? കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? ഈ ട്രഡീഷണൽ ലുക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി. കോമ്പിനേഷൻ ഇറ്റ് ഈസ് റയർ അല്ലേ? നല്ല ഭംഗി. ഇങ്ങനെയാണ് വരിക. പല്ലു റെഗുലർ യൂഷ്വൽ പല്ലു, പക്ഷെ കോമ്പിനേഷൻ കൊള്ളാം. കുറച്ച് ഇങ്ങനെ കുറേ ഡെയിലി വരുന്നതിൽ നല്ല കുറച്ച് സാരികൾ ആണ് ഇതൊക്കെ. അത് നമ്മളെ എടുത്ത് കാണിക്കാൻ പറ്റും, അതായത് കസ്റ്റമറെ കാണിക്കാൻ വേണ്ടി. ഇതെങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഒരു ലൈം യെല്ലോ എന്ന് പറയാം, മസ്റ്റാർഡ് അല്ല, പക്ഷെ ഒരു ലൈം യെല്ലോ. നല്ലതല്ലേ? ഇഷ്ടമായോ? ഇത് ഞങ്ങളുടെ ശ്രീദേവി കേട്ടോ, ഞങ്ങളുടെ ശ്രീദേവി. ഇത് കണ്ടോ? ഇത് നല്ലതല്ലേ സാരി? നൈസ്, ഇറ്റ്സ് ഗുഡ്. എന്ത് പറയാൻ, ഒത്തിരി സാരി കണ്ടാൽ മതി ഇവിടെ വന്ന്. ഇത് ഇക്കത്ത് ടിഷ്യൂ, ഇക്കത്ത് ആൻഡ് പൈത്തിനി എന്നൊക്കെ പറയാം നമുക്ക്, പക്ഷേ എനിക്ക് ഇത് ഇക്കത്താണ്. ഇക്കത്തിൻ്റെ ഡിസൈൻ വീവ് ചെയ്തിട്ട് ടിഷ്യൂവിൽ വീവ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഗ്ലോ ഉണ്ട്, നൈറ്റ് ഫങ്ഷനൊക്കെ നല്ലതായിരിക്കും. ഇത് ആക്ച്വലി പുതിയ സാരിയാണ്. റെഡ് ബോർഡേഴ്സാണ് കൂടുതലും നമുക്ക് സെയിൽ. റെഡ് കളറിലുള്ള ബോർഡറാണ് എപ്പോഴും. ഈവൻ ഞാൻ എടുത്താലും കൂടുതലും റെഡാണ് ബോർഡർ എടുക്കുന്നത്, ഒരു നല്ല ഫങ്ഷൻ ആണെങ്കിൽ. നല്ല ഇതാരാന്നറിയോ? ഇത് എൻ്റെ ആദ്യം 2010 ഞാൻ സ്റ്റോർ തുടങ്ങുമ്പം ആദ്യം ഇൻ്റർവ്യൂവിന് വന്ന ഒരു സ്റ്റാഫായത്. എത്ര വർഷമായിപ്പോൾ അല്ലേ? എനിക്ക് തോന്നുന്നു എവറി ഡേ പള്ളിയിൽ പോകുന്ന ഒരാളാണ്. എന്തിനാണ് പള്ളിയിൽ പോകുന്നതെന്ന് വെച്ചാൽ മില്ലിന് സെയിലുണ്ടാവണം, അല്ലെങ്കിൽ മിലൻ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിനുള്ള വേറെ ആവശ്യങ്ങളുണ്ട്, പക്ഷേ ഇതൊരു ആവശ്യമാണ്. ഇത് സമയത്ത് എൽസമ്മ എന്ന പേര്, ഞങ്ങൾ എൽസ എന്നാണ് വിളിക്കുന്നത്. ഷീ ഈസ് ദ സീനിയർ മോസ്റ്റ് സ്റ്റാഫ് ഇൻ ദ സാരി സെക്ഷൻ. അപ്പോൾ എല്ലാ സാരികളും കാഞ്ചീപുരത്തിനെ കുറിച്ചും എല്ലാം എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്കും പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ എൽസയ്ക്ക്?
എല്ലാം എൻ്റെ മിലനാണ്. അത് വേണ്ട, അതെല്ലാം ഞാൻ പറഞ്ഞു പറയിപ്പിച്ചു. ഒരിക്കലും ഇല്ല, എല്ലാം എൻ്റെ മിലൻ തന്നെയാണ്. എൻ്റെ എത്ര വർഷമായി കയറിയിട്ട്? ഒരു 14 വർഷം 15 വർഷം. ആ, ഓക്കെ. അപ്പം മിലനിലെ വന്നിട്ട് എങ്ങനെയാ ജീവിതം നന്നായോ? സക്സസ് കല്യാണം കഴിപ്പിച്ച് എൻ്റെ ജീവിതം മിലൻ കൊണ്ടാണ് പോണത്. ഇതൊക്കെ ഞാൻ പറയിപ്പിക്കുന്നതല്ല കേട്ടോ, ഷുവറായിട്ട് എനിക്കത് ഇഷ്ടമില്ല അങ്ങനെ പറയിപ്പിക്കുന്നത് പോലും. എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മുടെ സ്റ്റാഫ് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, പിന്നെയും പോയി നമ്മൾ കാട് കയറിപ്പോയി. ഇത് ഇക്കത്താണ്. ഇക്കത്ത് ഡിസൈനിൽ റെഡ് റേഷം ബോർഡർ, അതായത് ത്രെഡ് ബോർഡർ വന്നിട്ട് ബോർഡർ നോക്കി അതിൻ്റെ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്ന നല്ല ജെറിയിൽ ഒരു സിൽവറിഷ് ഗോൾഡൻ ജെറിയാണ്. ആ ജെറിയിൽ 2 ബോർഡർ കൊടുക്കുന്നത്. കൊടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെയൊക്കെ സ്റ്റൈൽ മനസ്സിലാകാൻ പറ്റുക. സംതിങ് വെരി ഡിഫറെൻറ്റ്, സംതിങ് വെരി ന്യൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലേ എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാ എപ്പോഴും ഈ മുടിയെ പിടിക്കും. ഞാൻ എൻ്റെ മുടിയുടെ സൗന്ദര്യവും എന്നെയൊക്കെ ഞാനിങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കണ്ണാടിയിലൊക്കെ നോക്കി നല്ലതായിട്ടൊക്കെ ഒരുങ്ങി. ഞാൻ കുറേ നേരം എല്ലാം കണ്ണാടികളൊക്കെ ഒത്തിരി ഈ ഷോപ്പിൽ എല്ലായിടത്തും മിറേഴ്സ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിയൊക്കെ കാണാം. ഞാൻ ലിഫ്റ്റിലൊക്കെ പ്രത്യേകം പറഞ്ഞു മിറർ വേണം, എന്നാന്ന് വെച്ചാൽ കാണണം. ഇതാരാ വരുന്നേ? ഞങ്ങളുടെ ബീറ്റ. ഇതും അതെ, കട തുടങ്ങിയപ്പോൾ മുതലുള്ള സ്റ്റാഫ് കേട്ടോ, ബീറ്റ. ഈ ബീറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ? ഈ മുടി ഇപ്പോൾ ഇത്തിരി കുറഞ്ഞു, പക്ഷെ ഭയങ്കര മുടിയായിരുന്നു, ഇവിടെ വരെ ഉണ്ടായിരുന്നു. രാവിലെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് കുളിച്ചിട്ട് ഉണങ്ങാതെ ഓടി വരും. അപ്പം ഞാൻ എന്നും വഴക്കുറയായിരുന്നു രാവിലെ. എൻ്റെ സാരിയൊക്കെ ഉടുപ്പിക്കുന്നത് ബീറ്റ, സുനി, കവിത, അങ്ങനെ കുറേ പേരുണ്ട്. ഇതെങ്ങനെയുണ്ട്? ഇത് നല്ലതല്ലേ സാരി? ഇത് വനശൃംഗാരി. ഒരു ഫോറസ്റ്റിനകത്ത് എല്ലാ ഡിസൈനും ഉണ്ട്. പുലി, കടുവ, സിംഹം, മയില, കുയില എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനൊരു അതാണ് വനശൃംഗാരി എന്ന് പറയുന്ന ആ പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ സാരിയും ഭയങ്കര ട്രഡീഷണൽ സാരിയാണ്. ഇതിൻ്റെ സാരിയൊക്കെ ഞാൻ ആദ്യം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇത് നല്ല ഒരു കോമ്പിനേഷനിൽ കിട്ടിയത് കൊണ്ട് ഞാനിത് കാണിച്ചതേ ഉള്ളൂ. നല്ല കോമ്പിനേഷൻ. സാധാരണ ഡാർക്ക് കളേഴ്സിലാണ് കൂടുതൽ വരുന്നത്. റെഗുലർലി വന്നുകൊണ്ടിരുന്ന സാരിയാണ് ഗ്രീൻ. എനിക്ക് എൻ്റെ തന്നെ പഴയ പിക്ചേഴ്സിൽ ഗ്രീനൊക്കെ ഉണ്ട്. ഗ്രീനുണ്ട്, മെറൂണുണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പർപ്പിളുണ്ട്, ഡാർക്ക് പർപ്പിളൊക്കെ, നേവി ബ്ലൂ, അതൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ പൈപ്പിംഗ് ഒക്കെ വന്നതുകൊണ്ടാണ് ഇതിനൊരു വ്യത്യാസം. പിന്നെയും ഗ്രീന്. എല്ലാവരും എന്നോട് പറയുന്നത് എനിക്ക് ഭയങ്കര ഗ്രീൻ ഭ്രാന്താണ്. ശരി കേട്ടോ, എപ്പോഴും ഗ്രീൻ കണ്ടാൽ ഭയങ്കര ഒരു ക്രൈസാണ്. ഡാർക്ക് ഗ്രീൻ ഇത് അടിപൊളിയല്ലേ? ഇത് വനശൃംഗാരി തന്നെയാണ്, പക്ഷെ ബോർഡറിലാണ്. എൻ്റെ സ്റ്റൈലിസ്റ്റാണ്, എൻ്റെ ഡ്രേപ്പിസ്റ്റ്. എൻ്റെ സാരി ഉടുപ്പിക്കുന്ന സുനിയാണ്. സുനിയും ബീറ്റ, കവിത ഉണ്ട് ഇവിടെ ഒരാൾ. പമ്മി നിൽക്കുന്നത് വിളിക്കാം. ഇതിനെയൊക്കെ നല്ല രസമായിട്ട് ഡ്രേപ്പ് ചെയ്തിരുന്ന ഒരാളാണ്. സാരി ഇവിടുത്തെ നമ്മുടെ സാരി സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വെഡ്ഡിങ് കസ്റ്റമറൊക്കെ വരുമ്പോൾ സുനി എന്നൊരു വിളിയേക്കാം സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പ്രത്യേകിച്ച് ഡ്രേപ്പിസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല. ഇവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ്, 15 വർഷം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ബ്ലാക്ക്, യെല്ലോ ആൻഡ് ബ്ലാക്ക്. ഇത് ഞങ്ങളുടെ കവിത കേട്ടോ. ഇത് ഷേർലി ടോമി. പുള്ളിക്കാരി കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പക്ഷേ വേറെ ഷോപ്പിലായിരുന്നു. അവിടുന്ന് റിട്ടയർമെൻ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞവർ വന്നോട്ടെ, എന്നു വെച്ച് കഴിഞ്ഞാൽ പോവില്ലല്ലോ, അവിടെ നിന്നോളും. അപ്പം അങ്ങനെ വന്ന ഒരാളാണ്. അല്ല, ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് പ്യുവർ കാഞ്ചീപുരം സാരിയാണ്. ഇതാണ് ബിന്ദു സാബു. ഓപ്പണിംഗ് സ്റ്റാഫാണ് കേട്ടോ. ഒരു 15 വർഷമായി, 15-16 വർഷമാകുന്നു. സോ ബിന്ദു അന്ന് മുതലും ഇന്ന് വരെ ഒരേ സ്വഭാവമാണ്. അന്നും അതെ, ഇന്നും അതെ, ഒരേ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ബിന്ദുവിൻ്റെ ക്യാരക്ടറേ അങ്ങനെയാണ്. കസ്റ്റമർ ആണെങ്കിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അന്ന് പറയും തിരിച്ച് അത് നല്ലൊരു സ്റ്റാഫിനെ കിട്ടിയെന്ന്. സോ നിങ്ങളാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പിടിച്ചോണം കേട്ടോ, ബിന്ദു സാബു. എങ്ങനെയുണ്ട് ഈ സാരി? നൈസ് അല്ലേ? ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം നമുക്ക് ബാക്കി എല്ലാവരെയും വിളിക്കാം. ഇന്ന് കുറച്ച് പേരെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്ക് എൻ്റെ ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ, ഫാമിലി ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല, അതിനേക്കാളും എൻ്റെ ഫാമിലി ഇവരൊക്കെയാണ്. അപ്പോൾ ഈ ഫ്ലോറിലാണ് കൂടുതൽ സമയം ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലോറിലെല്ലാവരും, ഞാൻ ആ റൂമിലിരുന്നാൽ എല്ലാം സ്മൂത്തായിട്ട് നടന്നോളും. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ്. ഓടി എല്ലാവരോടും വരാൻ പറ. കുറേ പേര് ലീവുണ്ട്. സാരി സെക്ഷനിൽ കുറച്ച് കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു 11-11:30 ആയില്ല. ഇപ്പോൾ കസ്റ്റമറുണ്ട്. പിന്നെ കുറച്ച് ബോയ്സ് ഉണ്ട്, അവരൊക്കെ ഏതൊക്കെയോ പണിയിലാണ് ഗോഡൗണിലൊക്കെ. പേര് എൽസ, സുനി, സൗമ്യ, ഇത് പ്രസന്ന, ഇത് ഞാൻ ഷേർലി റിജ്വാൻ, ഇത് ജായ്,
ജായിയൊക്കെ ഭയങ്കര സീനിയർ മോസ്റ്റ് സ്റ്റാഫാണ് കേട്ടോ, വേറെ കടകളിലായിരുന്നു. പക്ഷേ ഇവിടെ മിലൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഇങ്ങോട്ട് പോകുന്നവർ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചതല്ല, അവർ വന്നതാണ് കേട്ടോ. തെറ്റിദ്ധരിക്കരുത്. ഓരോ ചേഞ്ച് വേണം എല്ലാവർക്കും ജീവിതത്തിൽ. സുജാത, മായ, ഹെലൻ, ഇനിയുണ്ട് കുറേ പേരെ കാണാനുണ്ടല്ലോ. ഷബീന. സോ ഫാർ സാരി സെക്ഷൻ ഇസ് സോ ഗുഡ്. ആൻഡ് ഈ വർഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെയിൽ സാരി സെക്ഷനിൽ നിന്നാണ് നടന്നേക്കുന്നത്. നമുക്ക് കസ്റ്റമറുടെ മൂഡ് മാറ്റാനായിട്ട് പറ്റുന്ന ആൾക്കാർ ഇവർ തന്നെയാണ്. കസ്റ്റമർ വരുന്ന മൂഡ് എന്താണോ അതിനെ മാറ്റണമെങ്കിൽ കയറി വരുന്ന വഴി തന്നെ അവരോട് ഒരു നല്ല രീതിയിൽ സംസാരിച്ചൊരു ചിരി കൊടുത്തൊരു ഹലോ മാഡം എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ എൻ്റെ എല്ലാമായ എൻ്റെ ഫാമിലിയാണിത്. ഇനിയുണ്ട് മേലെ കുറേ പേര്. ഇവിടെ സാരി സെക്ഷനിൽ ഒരു 10-15 പേരും കൂടെ ഉണ്ടാവും അല്ലേ. എല്ലാവരും ഗോഡൗണിൽ കുറച്ച് പേര് പണിക്ക് പോയി. ക്ലീനിങ് അങ്ങനെ പരിപാടികളാണ്. ഗോഡൗൺ അടുക്കലൊക്കെയാണ്. ഇത് ഞങ്ങളുടെ അറാഫത്ത്, എൻ്റെ ഈ ഫ്ലോറിൻ്റെ മാനേജറാണ്. കുറേ ബ്രാൻഡ്സിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. എൻ്റെ മോൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. എൻ്റെ മോനെ പോലെ തന്നെയാണ്. ആക്ച്വലി ഞങ്ങൾ കെവിൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ കെവിനെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് ടേക്ക് കെയർ ചെയ്ത്, അതായത് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന അറാഫത്താണ്. അതിൽ ഇനി സെക്കൻഡ് ഫ്ലോറിൽ ഫാബ്രിക് സെക്ഷനും കൂടെ കാണാം. അവിടെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എന്തായി, എന്തൊക്കെയാണ് ഇന്നലത്തെ വിശേഷം? ആണോ? എന്താ വിശേഷം? ഇനി സ്ഥലമില്ലല്ലോ പുറത്തുവിടാൻ. ഞാൻ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. 1 2 3 4 5 6 7. എത്ര അമ്പലത്തിൽ ചെയ്തത്? എറണാകുളം അവിടെയും പോവും. 3 നിന്നാണോ ഇതിങ്ങനെ പറ്റിയത്? ഓ, രാവിലെ എവറി ഡേ. ഓ, അതുമാണ് നമ്മുടെ ബില്ലൊക്കെ കയറുന്നത്. ഭയങ്കരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. അത് തന്നെയല്ല, മിലൻ്റെ ഐശ്വര്യമാണ് ഇതൊക്കെ. ഇങ്ങനെ പ്രാർത്ഥനയും ഭക്തിയൊക്കെ ഉള്ള പിള്ളേർ. ഇത് ഞങ്ങളുടെ ഫ്ലോർ മാനേജർ, ഇവിടുത്തെ ഈ ഫ്ലോറിൻ്റെ മാനേജറാണ്. മെറ്റീരിയൽ സെക്ഷൻ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന സോമിന ആക്ച്വലി ഫാബ്രിക്കിനെ കുറിച്ച് പിള്ളേർ സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്ട്രെസ് ഫ്രീ ആണ് ഈ സെക്ഷനെ കുറിച്ച്. ഇതിൻ്റെ ഫാബ്രിക് തീർന്നൊക്കെ ചിലർ കംപ്ലയിൻറ്റ് വരും. നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ചില ബൊട്ടീക്സ് ഒക്കെ വരുമ്പോൾ അവർ ചിലപ്പം മൊത്തത്തിൽ ഫ്ലോറിൽ നിന്ന് എടുത്തുകൊണ്ട് ഒറ്റയടിക്കുക. അപ്പോൾ നമ്മൾ ഒരു കാൽക്കുലേഷനിൽ 100 മീറ്റർ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 200 മീറ്റർ ഉണ്ടാവും. ചില ബൊട്ടിക്സ് ഒന്നും അവർക്കത് വേറെ പോകരുത് എന്ന് തോന്നുവാണെങ്കിൽ അവരത് ഫുള്ളായിട്ട് എടുത്തിട്ട് പോകും, അവർക്കത് പ്രൊഡക്ഷൻ ഇറക്കാൻ വേണ്ടിയിട്ട്. സോ ആ സമയത്തൊക്കെ ചിലപ്പം ഷോർട്ടേജ് വരും. അത് സ്വാഭാവികമാണ്. അപ്പം നമ്മൾ വിതിൻ 5 days 6 daysനുള്ളിൽ അത് റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കും. അതാണ് ഫാബ്രിക് സെക്ഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ഡിസൈനിങ് ഏരിയ ആണ്. ഡിസൈൻ ഏരിയയിൽ ഡിസൈനേഴ്സ് ഉണ്ട്. അവർ നമുക്ക് കസ്റ്റമൈസേഷന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലും. അവർ കസ്റ്റമർക്ക് എന്ത് വേണമെങ്കിലും അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരത് റെഡിയാക്കി കൊടുക്കും. നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഡിസൈനേഴ്സാണ് ഇപ്പം നമുക്ക് എല്ലാവരും ഉള്ളത്. പിന്നെ ഞങ്ങൾ ഇൻ ഹൗസ് ചെയ്യുന്നുണ്ട്. ഇൻ ഹൗസ് എന്ന് പറയുമ്പം നമ്മൾ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി സ്റ്റോറിൽ വെക്കുന്നുണ്ട്. മെയിൻലി അതാണ് നമുക്ക് ആക്ച്വലി എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യം. ഡിസൈനിങ്ങിന് വേണ്ടി ഇരിക്കുന്നൊരു വീക്കിലി ഒരു ദിവസം മിക്കവാറും ഞാൻ ഡിസൈനിങ്ങിന് വേണ്ടി ഉണ്ടാവും. ആ ഡിസൈൻ ചെയ്യാൻ ഇരിക്കുമ്പോൾ കിട്ടുന്ന പ്ലഷർ എനിക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടാറില്ല. നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യും. ഈ കളറും ഇതുകൊണ്ട് മാച്ച് ചെയ്ത് എങ്ങനെയാവും വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ മനസ്സിലത് കിട്ടിക്കഴിഞ്ഞാൽ സോ അതിനെ നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക, അതിനെ നമ്മൾ പ്രോഡക്റ്റ് ആക്കി എടുക്കുക. ആ സമയം വരെ എനിക്കൊരു ഭയങ്കര വെപ്രാളം, ടെൻഷനുണ്ട്. അത് വരണം കാണണം. അപ്പോൾ ഞാനൊരു ഡെഡ് ലൈൻ കൊടുക്കും, ഇനി ഡേറ്റിനുള്ളിൽ വരണം. ആ ഡേറ്റിനുള്ളിൽ അത് കിട്ടണം, എനിക്കത് കാണണം. എവറി ഡേ അതുകൊണ്ട് എന്നും പുതിയ പ്രോഡക്റ്റ് കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ മിക്കവാറും എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ് വന്നു, അത് നല്ലതാണെങ്കിൽ അതിൻ്റെ വിലയും എല്ലാം കൊണ്ടും നമുക്ക് സെല്ലബിളാണ്, നല്ലതായിട്ട് സെയിലാവും എന്ന് തോന്നുന്ന പ്രോഡക്റ്റ് നമ്മുടെ മിലൻ്റെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അപ്പോൾ അത് ആണെങ്കിൽ ഞങ്ങളത് പ്രൊഡക്ഷന് വേണ്ടി എടുക്കും. കുറേയധികം പീസസ് റെഡിയാക്കും. ഇതും എൻ്റെ ഓപ്പണിംഗ് സ്റ്റാഫാണ്. സോജി സെക്ഷനിലെ ടെസർ സെക്ഷൻ ലിനൻ സെക്ഷനിലെ മെയിൻ സ്റ്റാഫാണ്. അതുപോലെ പുറകിൽ ഒരാൾ പമ്മി നിൽക്കുന്നുണ്ട്. ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് നിമ്മി. ഇതും ഓപ്പണിംഗ് സ്റ്റാഫാണ് കേട്ടോ. ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. ഇവരൊക്കെയാണ് എൻ്റെ ബാക്ക് ബോൺ. ഉറക്കത്തിൽ ചോദിച്ചാലും സ്റ്റോക്ക് ഉണ്ടോ എന്ന് പറയും, അങ്ങനത്തെ ആൾക്കാരാണ്. സോ അതൊക്കെയാണ് ഒരു കടയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലേ, ഷോപ്പിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബാക്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മൾക്ക് പേടിക്കണ്ട, ധൈര്യമായിട്ട് നമുക്ക് ഈ സെക്ഷൻ ഏൽപ്പിക്കാം. പുതുതായിട്ട് വന്നാൽ ഇത് 2 ഫാബ്രിക്, ഒന്ന് പ്രിൻ്റ്, ഇത് വേണമെങ്കിൽ സ്ട്രൈപ്പും ഉണ്ട് അതിന് മാച്ചിങ്. ഇത് നമുക്ക് ബോട്ടമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, തിരിച്ചും എങ്ങനെ വേണമെങ്കിലും എടുക്കാം, യൂസ് ചെയ്യാം. ചിലർക്ക് ഫ്രോക്കായിട്ടായിരിക്കും, ചിലർക്ക് കോട്ട് സെറ്റായിട്ടായിരിക്കും, ചിലർക്ക് സൽവാറായിട്ടായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യും, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്.
ഇതിൻ്റെ ഒരു നല്ല പീച്ചിഷ് പിങ്ക് കളറുണ്ട്, അതിൻ്റെ സ്ട്രൈപ്പാണ്. നൈസ്. ഈ കളറൊക്കെ എല്ലാവർക്കും ചേരും, പീച്ചും ചേരും, ഈ ലെമൺ നല്ലൊരു കളറ്. നമ്മൾ ലിനൻസ്, കൂടുതലും ലിനനാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പാർട്ടി വെയർ പോകുന്നുണ്ട്, പക്ഷേ എന്നാലും ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കോട്ടൺ ആൻഡ് ലിനൻ ഇറക്കാൻ വേണ്ടി. കോട്ടൺ, ദെൻ ലിനൻ, ദെൻ മൽച്ചന്തേരി, അങ്ങനത്തെ ഫാബ്രിക്കുകളാണ് കൂടുതൽ. ഇതിപ്പോൾ ഇത് ലൈനിങ് വേണ്ട അല്ലേ. ഇത് ലിനൻ പ്രിൻറ്റഡ്, ദെൻ അതിനകത്ത് എംബ്രോയിഡറി. ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ തന്നെ 2-3 കളേഴ്സ് ഉണ്ട്. ഇത് വന്നേക്കുന്നത് നമുക്ക് ഈ ലിനൻ ചെയ്യുമ്പം, സ്റ്റിച്ച് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, ലൈനിങ് ഇട്ട് എല്ലാവരും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ലൈനിങ് ഇല്ലാതെ ചെയ്തിട്ട് സെപ്പറേറ്റ് ലൈനിങ് ഇന്നറായിട്ട് കൊടുക്കും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇടാൻ നല്ല കംഫർട്ടാണ്. സെപ്പറേറ്റ് ലൈനിങ് നമ്മൾ കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഷാൻറ്റൂൺ ആയാലും മതി. അത് വെച്ച് ഇന്നർ കൊടുത്തിട്ട് ചുമ്മാ ജസ്റ്റ് മേലെ ഒരു ലൂസ് ടോപ്പോ അല്ലെങ്കിൽ ഈവൻ ടൈറ്റ് ആണെങ്കിലും നമ്മുടെ ബോഡി ഷേപ്പിലുള്ളതാണെങ്കിലും ചെയ്താലും ഇതിന് പ്രോബ്ലം ഇല്ല. നല്ല ലിനനാണ് ഇത്. ഇത് ആക്ച്വലി ഞാൻ വിഷു ഉദ്ദേശിച്ചിട്ട് എടുത്തതാണ്. വിഷുവിനൊക്കെ ആൾക്കാർ വന്ന്, ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, നല്ല 60 ലിനനാണ്, അതിലാണ് ഇത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. നല്ല ഒരു കോമ്പിനേഷൻ, എസ്പെഷ്യലി വിഷുവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. നല്ലല്ലേ, കളർ ഇഷ്ടപ്പെട്ടോ? നല്ല ചുമ്മാ ഫ്രോക്കൊക്കെ തയ്ക്കാനും നല്ല. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. സെക്ഷനിലെ ഫ്ലോറിൽ, അതായത് സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ ഫാബ്രിക് സെക്ഷനിലെ ഒരു ചെറിയ കുറച്ച് സെക്ഷൻ ലിനൻ മാത്രമാണ് കാണിച്ചത്. ഞാൻ ആക്ച്വലി ഈ നമ്മുടെ ഷോപ്പിലെ പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗ് അല്ല ഇത്. ആക്ച്വലി എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പക്ഷേ കാണിച്ചപ്പോൾ ഇവിടെ കാണണമല്ലോ, ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയണമല്ലോ, എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. തന്നെ എനിക്ക് കുറേ അധികം എൻക്വയറീസ് എല്ലാം കുറേ പേര് വിളിച്ചു, മെസ്സേജ് അയച്ചു, ഷോപ്പൊക്കെ കാണിക്കണം, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ഷോപ്പിലെ ഒരു ഡേയെക്കുറിച്ച് കാണിക്കാമെന്ന് വെച്ചത്. സോ നെക്സ്റ്റ് നമ്മൾ കാണുന്നവരെ ബൈ. താങ്ക് യു.